ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ എണീച്ചു. ഷുട്ടുപ്പി എണീച്ചിട്ടില്ല, നല്ല ഉറക്കമാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഇപ്പോഴും ഷുട്ടുവിൻ്റെ ഉറക്കം അങ്ങോട്ട് ബാലൻസ് ഒരു സൈക്കിളായി വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. നല്ല മഴയാണ് ഇവിടെ. ഇപ്പം നമുക്ക് 2 ദിവസമായിട്ട് നല്ലപോലെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഒന്ന് പുറത്തേക്കൊക്കെ പോയി നല്ല മഴ പെയ്ത മുറ്റമൊക്കെ ഒന്ന് നോക്കി നിന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ വെള്ളയപ്പമാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നിൽ മാത്രം ഇങ്ങനെ എന്താ മസാല പിടിക്കാത്തത് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ ഓൾറെഡി ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലത്തേക്കായതുകൊണ്ട്. ഉച്ചയ്ക്കാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മാത്രമേ ചിക്കൻ വാങ്ങിക്കോളൂ. പക്ഷേ ഇതിന്നാലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് രാവിലെ ഉണ്ടാക്കി. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയും വെള്ളയപ്പവും. ഭയങ്കര അടിപൊളി കോമ്പിനേഷനല്ലേ. അപ്പോൾ അമ്മ ഓൾറെഡി ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഒരു 6 മണി 5:45 5:30 ആ ഒരു ടൈമിൽ എണീക്കും. വിളക്കൊക്കെ കത്തിക്കലുണ്ട് രാവിലെ തന്നെ, അതുകൊണ്ട് ആ സമയത്ത് അമ്മ എണീക്കും. ഞാനൊരു 7 മണി 7:30 ആ ഒരു ടൈമിൽ എണീക്കും. നമ്മൾ രാത്രി ലേറ്റായിട്ടാണ് കിടക്കുക. ഷുട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് ഉറക്കവും പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയായാലും ഒരു 7:30 ആകുമ്പോഴത്തേക്ക് തന്നെ താഴെ എത്തും. അതിന് ഞാൻ തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുത്തു. അതിനിതാ നമ്മൾ ചിക്കൻ കറീൻ്റെ ഉള്ളിയെല്ലാം ഇങ്ങനെ പോയിട്ട് പച്ചമുളകും ഇതൊക്കെ ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ആകുമ്പോഴേക്കും ഞാൻ നേരെ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയതല്ലേ, ഒന്ന് പോയിട്ട് പേപ്പറൊക്കെ വായിക്കാമെന്ന് വെച്ചു. ഡെയിലി അങ്ങനെ പേപ്പറൊന്നും വായിക്കാറില്ല. ഇവിടെ ഡെയിലി പേപ്പർ വാങ്ങിക്കും, പക്ഷേ അങ്ങനെ വായിക്കാറൊന്നുമില്ല. നമുക്കെല്ലാം ഫോണിലാണല്ലോ ഇപ്പം പേപ്പർ. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ബുക്ക് പോലും വായിക്കൽ ഭയങ്കര കുറവാണ്. എനിക്ക് ഒരു നോർമൽ ഒരു റീഡിങ് ഹാബിറ്റ് ഉള്ള ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് കയ്യിൽ കുറച്ച് അധികം ബുക്സ് ഉണ്ട്. ബട്ട് ഇപ്പം ആഫ്റ്റർ ഡെലിവറി മര്യാദയ്ക്ക് ഞാനൊരു ബുക്ക് വായിച്ച് തീർത്തത് ആകെ ഒരു ബുക്ക് മാത്രമാണ്. ടൈം കിട്ടാറില്ല. ഇപ്പോൾ പിന്നെ ഈ ഷുട്ടു ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ അധികം അവൾ ഉറങ്ങുന്ന ടൈമിലായിരുന്നു വായിക്കാറുള്ളത്. പിന്നെ വീണ്ടും ഞാൻ കുറച്ച് സമയം പോയിട്ട് പുറത്തൊക്കെ നിന്നു. വീണ്ടും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു മഴ പെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ആദ്യത്തെ ഇതിൽ നമുക്ക് ഭയങ്കര രസമൊക്കെ തോന്നും, കാരണം ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിനേ ഉള്ളൂ മഴയൊക്കെ ഇവിടെ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഷുട്ടൂപ്പി കുറച്ച് ക്രാങ്കായിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും ഞാനിങ്ങനെ കൂടെ തന്നെ കിടക്കണം. അങ്ങനെയാകുമ്പോൾ കുറേ സമയം ഉറങ്ങും, അല്ലെങ്കിൽ പെട്ടെന്ന് എണീക്കും. അതിനിപ്പം രാവിലെ കുറേ പ്രാവശ്യം എണീച്ചുകൊണ്ടേയിരിക്കും അവൾ. അങ്ങനെ എണീച്ചപ്പോൾ ഞാൻ നേരെ വന്ന് താഴെ കൊണ്ടുവന്ന് കിടത്തി. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ചായക്ക് വെള്ളം വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് അമ്മ ഒന്ന് മാനേജ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അത് എടുത്ത് വെച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ കുശലം പറയായിരുന്നു. എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഞാൻ വെക്കുന്ന എൻ്റെ ഫോൺ സ്റ്റാൻഡ് ചെറുതായിട്ട് കുറച്ചധികം ദിവസമായി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഫോൺ വെക്കാൻ പറ്റുള്ളൂ ഇപ്പം. അപ്പോൾ ആ കാര്യം ഞാൻ ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ചായ റെഡി ആയതുകൊണ്ട് തന്നെ ഷുട്ടു എണീക്കുന്നിടയ്ക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വീണ്ടും ഒരു ഡയറ്റ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ 2 വെള്ളയപ്പം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കൻ കറി എടുത്തു. രാവിലെ തന്നെ നല്ല വെള്ളയപ്പം ചിക്കൻ കറി കൂടെ നല്ല ചൂട് കടുപ്പുള്ള ചായ. ആഹാ, അന്തസ് അല്ലേ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു കോംബോ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അതിന് ഞാനിപ്പം വീണ്ടും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ രാവിലെ കഴിക്കുന്ന സാധനം കുറച്ചൊന്ന് മിനിമലായിട്ട്, ഇപ്പോൾ ഒരു 3 ചപ്പാത്തി കഴിക്കുന്നിടത്ത് 2 ചപ്പാത്തി ആക്കിയിട്ട് എക്സ്ട്രാ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫൈബർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴം എന്തെങ്കിലും കഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
അങ്ങനെ ഇതാ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും ഒരാൾ എണീച്ചിട്ടുണ്ട്. രാവിലെ എണീച്ച പാടെ തന്നെ പിന്നെ കുറേ നേരം തോളിൽ കിടന്ന് നടന്നില്ലെങ്കിൽ പിന്നെ ആൾക്ക് യാതൊരു മൂടും ഉണ്ടാവില്ല. ഉറങ്ങി എണീച്ച ആൾക്ക് ആരെയും കാണണ്ട, എന്നെ മാത്രമേ കാണണ്ടൂ. നമ്മൾ പല്ല് തേക്കാൻ പോവാണെങ്കിലേ കുഞ്ഞിന്റെ ഷുട്ടുപ്പിന്റെ ടൂത്ത് പേസ്റ്റ് അല്ല ആക്കട്ടെ, പേസ്റ്റ് ആക്കട്ടെ, അല്ല പേസ്റ്റ് ആക്കട്ടെ. തീർന്നല്ലോ പേസ്റ്റ്. പേസ്റ്റിന്റെ ഉള്ളിലുള്ള ഷുട്ട് അയ്യോ കുരിയായിപ്പോയി. അത്ര വേണം. അത്ര കാര്യം കൊള്ളും, വായി കൊള്ളും. ഇത് ഉള്ളിലാക്കാം. വായി കൊള്ളും. ഗായ്സ് കുറച്ചുള്ളൂ. പേസ്റ്റ് തീർന്നിരിക്കുന്നു. നമുക്ക് പേസ്റ്റ് വാങ്ങണം. ഷുട്ടുവിന്റെ ഏതെങ്കിലും യൂസ് യുവർ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ്. What is your name? Daddy. Good. What is your mommy's name? അമ്മേന്റെയോ? അമ്മയുടെ പേര് അച്ഛ നേരെ പറയാം. ശ്രീഷ് മാധർ. അച്ഛ ചീന്റെ പേര് ചീന്റെ അങ്ങനെയല്ല. കുട്ടികൾ ഇവിടെ അമ്മ പറഞ്ഞാൽ കുട്ടികൾ തേക്കുമ്പോൾ വൃത്തിയാവില്ല. അപ്പൊ ഒരുപാട് വൃത്തിയാവുന്നില്ലല്ലോ. അപ്പൊ അമ്മ തേക്കുമ്പോൾ വൃത്തിയാവും. ഏതാണെങ്കിൽ കാണിക്കും. അമ്മനെ നോക്ക് ഇവിടെ തേക്കണം. ആ നമ്മൾ അങ്ങനെ മുഖെല്ലാം കഴുകി ഫ്രഷായി നമ്മൾ പാൻറ്റിയൊക്കെ മാറ്റിയിട്ട് ഓടി വരാം. നമ്മൾ പാൻറ്റിയൊക്കെ മാറ്റിയിട്ട് വരാം. അനിത ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് ഷുട്ടുവിനെ ഫുള്ളായിട്ട് ഫ്രഷപ്പ് ചെയ്തു. രാവിലെ ഞാൻ അങ്ങനെ കുളിപ്പിക്കാറില്ല. ഒന്ന് കാലും മുടൊക്കെ കഴുകി പാമ്പസൊക്കെ മാറ്റി അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാൾ ഫ്രഷായി. കാരണം ഇവൾ ഉച്ചയ്ക്ക് എന്നെ കുളിപ്പിക്കും. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അവളെ ഫ്രഷാക്കിയിട്ട് ഉറക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണീച്ച് കഴിഞ്ഞ് കുറച്ചും കൂടെ ക്രാങ്കി ആയിരിക്കും. പിന്നെ കുളിച്ച് കഴിയുമ്പോഴേക്കൊക്കെ ലേറ്റ് ആകും. അതുകൊണ്ട് ഞാൻ അവൾ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി വെക്കും. അത് കഴിഞ്ഞ് എൻ്റെ രാവിലത്തെ ചെറിയ രീതിയിലുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ പോയിട്ട് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എൻ്റെ പണി നടക്കുള്ളൂ. വെള്ളയപ്പം വെള്ളയപ്പം ചിക്കക്കറി വെള്ളപ്പം വെള്ളപ്പം go to the kitchen. Go to the kitchen. കിച്ചൺ എവിടെയാ? ഇങ്ങോട്ടല്ലേ? This is the kitchen. Please come.
ഷുട്ടൂന് ഒട്ടും ഇഷ്ടമില്ലാത്ത 2 സാധനങ്ങളാണ് ഉഴുന്ന് ദോശ അതുപോലെ തന്നെ വെള്ളയപ്പം. ആ പുളി ഉള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഉഴുന്ന് ദോശ മീൻസ് ഇഡ്ഡലിയും കഴിക്കില്ല, ഉഴുന്ന് ദോശയും കഴിക്കില്ല. പക്ഷേ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം അതാണ്, പക്ഷേ ഇവൾ കഴിക്കില്ല. അപ്പോൾ അതിന് ഇപ്പം വെള്ളയപ്പം ഞാൻ കണ്ടുപിടിച്ചാണ്, ചിക്കൻ കറി ഉണ്ടെങ്കിൽ വെള്ളയപ്പം കുറച്ചെങ്കിലും കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ചിക്കൻ കറി ആക്കിയത്. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനും മമ്മിയും കൂടെ അരി നമ്മൾ വേർതിരിക്കുകയാണ്. കാരണം കുറച്ചധികം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുതിയതേതാ പഴയതേതാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ നെയ്ച്ചോറ് വെക്കാം എന്നുള്ളൊരു ഡിസിഷനിലാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഏതരി എടുക്കണം ആദ്യം എന്നുള്ളൊരു ഇതിലായിരുന്നു. നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 5 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് രാത്രി വരെ കഴിക്കാൻ പറ്റും. അത്രയും നമ്മൾ വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനത് മണത്തൊക്കെ നോക്കി. നമുക്കിതിൽ 2 തരം അരിയുണ്ട്. കോരയുണ്ട്, കോര എന്ന് പറയുന്ന അരിയുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ആ പേര് കേൾക്കുന്നത്. നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് കൈമ റൈസാണ്. അപ്പോൾ കോരയുണ്ട്, കൈമയുണ്ട്. അപ്പോൾ അതിലേതാണെന്നുള്ളത് ഇങ്ങനെ സോർട്ട് ചെയ്ത് എടുക്കുകയാണ്. കൈമ റൈസിന് നല്ല സ്മെല്ലുണ്ടാകും, കോരക്ക് അത്ര സ്മെല്ലുണ്ടാവില്ല. പക്ഷേ റൈസ് നല്ലതാണ്. പക്ഷേ നെയ്ച്ചോറിൻ്റെ ഒന്നും നമുക്ക് കിട്ടില്ല, മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. അത് നമ്മൾ വാങ്ങിയപ്പം പെട്ടുപോയതാണ്. കാരണം നമുക്കറിയില്ല ഈ കോര എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയത്തില്ല. കൈമ റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് നമ്മൾ ആകെ ഒറ്റ പ്രാവശ്യം അങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വേർതിരിച്ചെടുത്ത് പിന്നെ നമ്മൾ അളന്ന് മാറ്റി വെക്കുകയാണ്. ഞാനിപ്പം റീസെൻ്റായിട്ടാണ് കുറച്ചും കൂടി ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ട് നെയ്ച്ചോറ് എങ്ങനെ വെക്കാം എന്നുള്ളതിൽ ഗവേഷിച്ച് കണ്ടുപിടിച്ചാണ് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നമ്മൾ സോട്ട് ചെയ്ത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുമാതിരി ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോഴേക്കും ഇന്ന് ലീവ് ആയതുകൊണ്ട് അന്നൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടൂന് കളിക്കാൻ ആളുണ്ട്. സോ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അവരവിടെ നിന്ന് കളിച്ചോളും, എനിക്ക് എൻ്റെ പണി മര്യാദയ്ക്ക് എടുക്കാനും പറ്റും. പിന്നെ ഇന്ന് അവളധികം ക്രാങ്കിയുമായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വെല്ലുള്ളി. വേറെ ഒന്നുമില്ല, നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ആ സംഭവങ്ങളും സ്പൈസസ് ആക്ച്വലി നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് നമ്മളൊരു ക്വിക്ക് പ്ലാനാണ്, നമുക്ക് നെയ്ച്ചോറ് വെക്കാമെന്നുള്ളത് ഒരു സഡൻ പ്ലാനായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞു. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുക. ഈ നമ്മുടെ മെയിൻലി നമ്മൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്ലി നമ്മൾ ബിരിയാണി കഴിക്കുന്നത് നമ്മളെ മുസ്ലിം വീടുകളിലല്ലേ. അപ്പോൾ അവർ വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നെയ്ച്ചോറാണിത്. അവർക്ക് ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അവർ അധികം വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് പിടിച്ചിട്ടാണ് ഞാൻ എന്നാൽ പിന്നെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഇതിലെത്തിയത്. നമുക്ക് ഞാൻ പറഞ്ഞില്ല സഡൻ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങളൊരു ഉള്ളിയും നമ്മുടെ പട്ട, ഗ്രാമ്പൂ, നമ്മളെ സ്പൈസസും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ടിട്ട് ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്ക്. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി നെയ്ച്ചോറായിരിക്കും, ഒന്നും പറയണ്ടാവില്ല. സൂപ്പർ. അങ്ങനെ നമ്മൾ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഓൾറെഡി അവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരി എടുത്തതിൻ്റെ ഡബിളാണ് എപ്പോഴും അരി എടുക്കുക, വെള്ളം എടുക്കുക. ഞാനിത് കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നെയ്ച്ചോറിൻ്റെ സംഭവം എന്നുള്ളത്. നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. നമ്മൾ ഇപ്പോൾ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 ഗ്ലാസ് വെള്ളം എടുക്കും. 10 ഗ്ലാസും ഒത്തിരി കൂടുതലും എടുക്കും ഞാൻ. കാരണം നമ്മൾ ഓൾറെഡി ഈ വെള്ളം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് കുറച്ച് എന്തായാലും വറ്റും, കുറച്ച് ഇവാപ്പറേറ്റ് ആയി പോവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 10 ഗ്ലാസ് തന്നെ ഒഴിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ഗ്ലാസ് ഇച്ചിരി വളരെ കുറച്ച് അധികവും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടിക്കോളും. പിന്നെ നമ്മളിവിടെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നെയ്യും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെ സൺഫ്ലവർ ഓയിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ എടുക്കാം, തവിടെണ്ണ എടുക്കാം, എങ്ങനെയായാലും നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിവിടെ നല്ല നാടൻ നെയ്യ് കിട്ടും, അച്ഛൻ വാങ്ങി. നാടൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വൺ ഓഫ് ദ മൈ പേഴ്സണൽ ഫേവറേറ്റ് മിൽമയാണ്. എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ഒത്തൻറ്റിക് ഗീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് മിൽമയാണ്. അപ്പോൾ നമ്മളതാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്യും. അത് ചൂടായതിൻ്റെ അകത്ത് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കും. സ്പൈസസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ളി നല്ലപോലെ സോട്ട് ചെയ്തെടുക്കും. ആദ്യം ഞാൻ ഉള്ളിയും ക്യാരറ്റും കൂടെ സോട്ട് ചെയ്തെടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ ക്യാരറ്റ് നമ്മൾ കൂടുതൽ തന്നെ സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൈസിൽ കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് കളർ ഇങ്ങനെ എടുത്ത് വെക്കും. വൈറ്റ് ആയിരിക്കില്ല. നമ്മൾ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ മെയിൻലി വൈറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ സോട്ട് ചെയ്ത് അരിയും സോട്ട് ചെയ്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞ ശേഷം അതിൻ്റെ മേലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടും. എങ്ങനെയായാലും നമ്മൾ ചോറ് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ ക്യാരറ്റും കുക്കാവും. നമ്മൾ കാരണം ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ ഇടുന്നത്. ഗ്രേറ്റ് ചെയ്തിടുമ്പം അധികം വലിയ ടൈമൊന്നും വേണ്ട, അത് വേഗം കുക്കായിക്കോളും. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയപ്പം കറക്റ്റ് മിക്സിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല ജീരകം, പെരുജീരകം, എല്ലാ സ്പൈസസും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഇതാ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. സ്പൈസസ് ഒന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കും. ഉള്ളി എത്ര നേരമായിട്ട് നമുക്ക് മുറിച്ചിടാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. പിന്നെ അത് ഭയങ്കര നമ്മൾ മറ്റേ പൊരിച്ചെടുക്കുന്ന പോലത്തെ ആ ഒരു കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് റൈസ് വറുത്തെടുക്കാം. എല്ലാ ആൾക്കാരും റൈസ് വറുത്തിട്ടാണ് നെയ്ച്ചോറ് വെക്കാൻ ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അറിവിൽ ചില ആൾക്കാർ കുതിർത്ത് വെച്ചിട്ട് അരിയിടുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ നേരെ കഴുകിയിട്ട് ആഡ് ചെയ്ത് വെള്ളം ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പോലെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷണൽ കാര്യമാണ്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പരമാവധി നിങ്ങൾ വെള്ളം കളഞ്ഞിട്ട് വെക്കണം കേട്ടോ. നമുക്കിവിടെ അരിപ്പ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെച്ചിട്ട് പിന്നെ വെള്ളം വീണ്ടും കളഞ്ഞിട്ടാണ് നമ്മൾ റൈസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ റൈസ് വറുത്തെടുക്കുമ്പോണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടെ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ നല്ല പോലെ റൈസിൽ പിടിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പോലെ റൈസിൽ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് നെയ്യായിട്ടും കിട്ടുകയും ചെയ്യും. അതായത് നമ്മളെ റൈസിന് എന്താണോ ആവശ്യം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ലാസ്റ്റ് നെയ്യിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ വറക്കുമ്പം നെയ്യ് ആഡ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ ഓരോ എക്സ്പെരിമെൻ്റൽ കാര്യത്തിൽ ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരുന്നതാണ്. ഇത് പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ എങ്ങനെയായാലും ഒരു 2 ടീസ്പൂൺ എന്ന് പറയുന്നില്ല, ഞാൻ 1.5 ടീസ്പൂണോളം നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഞാൻ ആ വെള്ളത്തിൽ കലക്കി കളഞ്ഞത്. വെറുതെ നെയ്യ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. എന്താ വെച്ചാൽ നമ്മൾക്ക് നെയ്ച്ചോറാണല്ലോ, നെയ്ച്ചോറിന് ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കുറച്ചൊരു കറുമുറ പരുവത്തിലാകുന്ന സമയത്താണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു ലൈമ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. നമ്മൾ ഈ വെള്ളത്തിൽ ലൈമും ഉപ്പും ഇടും. അപ്പം നമുക്ക് ചോറ് നല്ലപോലെ വിട്ട് വരും. നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല. നമ്മളിതെല്ലാം റെഡിയായി ഒന്ന് ശരിയായി സെറ്റായി വരുമ്പോഴേക്കും റൈസ് നല്ലപോലെ വിട്ട് നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിലേക്ക് നല്ലപോലെ ലൈമ് സ്ക്വീസ് ചെയ്ത് ഒഴിക്കും. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് നോക്കി അനുസരിച്ച് ഉപ്പിടുക. പിന്നെ നമ്മുടെ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ അടച്ചു വെക്കും. അതിന് മുന്നേ നമ്മളൊന്ന് ഉപ്പ് ടെസ്റ്റ് ചെയ്യുക. എനിക്കെപ്പോഴും ഈ നെയ്ച്ചോറിൽ ഉപ്പിടാൻ ഭയങ്കര പേടിയാണ്. കാരണം കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് ശ്രദ്ധിച്ച് മാത്രമേ എപ്പോഴും ഉപ്പ് ആഡ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെയും നമുക്ക് ആവിയിൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും ചോറ്. കുപ്പി എടുക്കണം, ചുറ്റുന്ന കുപ്പി എടുക്കണം, അമ്മേൻ്റെ ചാർജർ എടുക്കണം. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഫോണിൽ ചാർജില്ല. ഒന്ന് കുറച്ച് സമയം അത് സെറ്റാകുമ്പോഴേക്കും ഒന്ന് കുത്തി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പണി ബാക്കിയുണ്ട്. ഇന്നത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുള്ളൂ. നമുക്ക് കുറച്ചധികം മൾക്കോട്ടൻസും കാര്യങ്ങളൊക്കെ ഓൺ ദ വേ ആണ്. ഓണത്തിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇത് നമ്മളുടെ സെറ്റുമുണ്ട്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റുമുണ്ട്. നല്ല ചെണ്ടൊക്കെ ഉണ്ട്. ഞാനത് എൻ്റെ ഫോണൊക്കെ ഒന്ന് നമ്മുടെ കളക്ഷൻസ് ഫുൾ ഇത് മെസ്സായി കിടക്കുന്ന നോക്കണ്ട. ഇത് മൊത്തം ഞാൻ ട്രയലിന് വേണ്ടിയിട്ട് മീൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബ്ലൗസസും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. കാരണം പിന്നെ തപ്പിക്കൊണ്ട് നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ മടക്കി വെച്ചതാണ്.
അപ്പം ഞാൻ ഫോണൊന്ന് കുറച്ച് സമയം കുത്തി വെക്കട്ടെ. ചോറൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചമില്ല, ഭയങ്കര മഴയും കാറും കോളും ഒക്കെയാണ് പുറത്ത്. അപ്പം എൻ്റെ ചോറൊന്ന് റെഡി ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓണം കളക്ഷൻസ് എല്ലാം കാണിച്ചു തരാം. വരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ വരും. അപ്പോൾ ഇതാ നമ്മളെ ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെയും അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. ഒട്ടും സ്റ്റിക്കി ആയിട്ടില്ല, നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും നെയ്ച്ചോറ്, അമ്മയൊക്കെ പറഞ്ഞു നല്ല നെയ്ച്ചോറായിട്ടുണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ മേലെ പോയി. എനിക്ക് കുറച്ച് ഷൂട്ടും പരിപാടിയും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സാധനങ്ങൾ മടക്കി വെച്ചത് അതും ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ തീർത്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എല്ലാം ഞാൻ മടക്കി അവിടെ വെക്കും. പിന്നെ അത് റൂമിലേക്ക് എത്താൻ ഭയങ്കര പാടാണ്. ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന കാര്യമാണ് ഈ മടക്കി എല്ലാം എടുത്ത് വെക്കുക എന്നുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇതുവരെ എല്ലാം ഒന്നും അൾമാരിയിൽ എത്തിയിട്ടില്ല. അതങ്ങനെ തന്നെ കുറച്ച് പെട്ടിയിലും കിടപ്പുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും വെക്കാൻ എപ്പോഴും നമ്മൾ പെട്ടെന്നൊക്കെ പോകുമ്പോൾ അതിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ അവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ വെച്ചു. ഇതൊക്കെ ഷുട്ടൂൻ്റെയാണ്. ഷുട്ടൂൻ്റെയൊക്കെ സെപ്പറേറ്റ് വെക്കും, എൻ്റെ സെപ്പറേറ്റ്, അങ്ങനെ തന്നെയാണ് നമ്മൾ എടുത്തു വെക്കാറുള്ളത്. നല്ലതും വീട്ടിലിടുന്നതും വേറെ വേറെ തന്നെ ആക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മെസ്സപ്പായിട്ട് ഒന്നും ഒരു ശരി ഉണ്ടാവില്ല. അങ്ങനെ ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടിയിലേക്ക് പോകണം എനിക്ക്. അങ്ങനെ എൻ്റെ അല്ലറ ചില്ലറ പരിപാടിയും പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇത് ചെറിയൊരു സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് സെറ്റപ്പ് ആക്കി വെച്ച ഒരു സ്ഥലമാണ്. ഇനി ഒരു റാക്കും കൂടെ വെക്കണം, കാരണം നമുക്ക് ഓണത്തിൻ്റെയും കുറച്ച് പുതിയ കളക്ഷൻസും കൂടെ വരുന്നുണ്ട്. നമ്മളിതിൽ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റാക്ക് വാങ്ങിയേ ഉള്ളൂ. ഇനിയും നമുക്ക് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇത് ഫുള്ള് നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ഫുള്ളില്ല, കുറച്ച് പെട്ടികൾ അകത്തുണ്ട്. ഇവിടെ കൊള്ളുന്നത് മാത്രം ഇവിടെ വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു ഷെൽഫും കൂടെ വാങ്ങിക്കണം, കാരണം എല്ലാം കൊണ്ടിട്ടില്ല. നമ്മൾ വിചാരിച്ചത് കൊള്ളുന്നതാണ്, കാരണം നമ്മൾ അങ്ങനെ ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് വെക്കാറില്ല. ബിക്കോസ് ജസ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയും കണ്ടും കുറച്ച് ഐറ്റംസ് എടുക്കുന്നത് കൊണ്ട് തന്നെ കൊള്ളും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു റാക്കും കൂടി വേണം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഓണം കളക്ഷൻസ് ഇപ്പോൾ ഉള്ളത് ചെറുതായിട്ട് കാണിച്ച് തരാം. നിങ്ങൾക്ക് അഥവാ വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ താഴെ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡാർക്ക് ഗ്രീൻ, ഒരു മെറൂണിഷ് റെഡ്, ഗോൾഡൻ ഇതിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. നല്ല ഗോൾഡൻ, നമ്മുടെ മെറൂൺ റെഡും അതുപോലെ തന്നെ ഗ്രീനും നല്ല അടിപൊളി ടസൽസ് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഞാൻ പേജിൽ ഇതിന് വീഡിയോ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല. ഇതാണ് നമ്മളൊരു സെറ്റ് മുണ്ട്, നമ്മുടെ മുകളിൽ വരുന്ന ആ ഒരു ഷോൾ സംഭവം വരുന്നത്. ഈ ചെണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര ഒരു റിച്ച് ലുക്കും കിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഒരു സെറ്റ് മുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് സാമ്പിൾ എടുത്തിട്ടുള്ളതാണ്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഐറ്റംസ് ഒക്കെ വരണം അത്ര. നമ്മൾ ആദ്യം സാമ്പിളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് ബാക്കി ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റ് മുണ്ട് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് സാരിയാണ്. നല്ല ഒരു കുഞ്ഞു ചെക്സ് വന്നിട്ട്, അധികം കുഞ്ഞു ചെക്സ് അല്ല, എന്നാലും അധികം ഓവർ വലുതും അല്ലാത്തൊരു ചെക്സിൽ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സാരിയാണ് ഇത്. നിങ്ങൾ ഇങ്ങനെ ആ ഒരു ലുക്ക് വരും. ദിസ് ഇസ് ദ ലുക്ക് ഓഫ് ദ സാരി. ഇത് നമ്മുടെ പല്ലു പോർഷനാണ് താഴെ ഈ ഒരു ഭാഗം കാണുന്നത്. ഞാൻ എൻ്റെ റിംഗ് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പ്ലീസ്. ഇപ്പം അധികം കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുറത്ത് നല്ല ഇരുടും മഴയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്ത കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു സെറ്റിൽ വരുന്ന സെറ്റ് സാരി. ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ്. നമ്മൾ നോർമലി കാണുന്ന സെറ്റ് സാരി പോലെ ഒരു സ്റ്റിഫായി നിൽക്കുന്ന കോട്ടൺ ഒന്നുമല്ല, അതിലും ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ്. നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന് നിങ്ങൾ ഇതിലുള്ള ബ്ലൗസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നല്ലൊരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു റെഡിഷ് മെറൂണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓണത്തിനൊന്നും മാത്രമില്ല, ഇഫ് യു ആർ എ ബ്രൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു ഫങ്ഷന്, ഇപ്പോൾ ഒരു
ഹൗസ് വാമിംഗ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സംഭവം വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സെറ്റ് സാരി ആട്ടോ. ഇത് ഫുൾ ഓഫ് ദ ബോഡി നമുക്ക് ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ് ആണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് നമ്മുടെ പല്ലു കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഫ് യു ആർ എ ബ്രൈഡ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് സാരിയാണ്. ഇതിന് ബോഡി ഞാൻ കാണിച്ചു തരാം. ബോഡി ഫുള്ളായിട്ട് നമുക്ക് ടെമ്പിൾ ഡിസൈനാണ് വരിക. ഇത് നമ്മുടെ ബ്ലൗസ് പോർഷൻ വരുന്ന ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആട്ടോ വരിക. ഭയങ്കര ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവാത്ത കേട്ടോ. ഭയങ്കര രസമുള്ളൊരു സാരിയാണ്. വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് ഫുള്ളായിട്ടുള്ള പോർഷൻ വരിക. ഇതിന് നിങ്ങൾ ഈ പ്ലെയിൻ വിത്ത് ബോർഡർ ബ്ലൗസ് ഇട്ടില്ലെങ്കിലും നല്ലൊരു ഗോൾഡൻ കളർ ബ്ലൗസൊക്കെ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എഗെയിൻ നമുക്ക് വേറൊരു സെറ്റ് മുണ്ടാണ് വരുന്നത്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂണിൽ വരുന്നത്. ഇത് ഭയങ്കര ഒരു ബോർഡായിട്ട് എടുത്ത് നിൽക്കുന്ന പോലത്തെ എന്താ പറയുക, നമ്മുടെ ബോർഡറൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു മിനിമൽ ഒരു ഈ ഒരു കോമ്പിനേഷനിൽ കളറിൽ ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള വേർഷനിൽ വരുന്ന ഇതൊരു ടിഷ്യൂവിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മുണ്ടിൻ്റെ വേർഷൻ വരുന്നത്. ഈ ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അമ്മ കാണിച്ചു കൊടുക്കട്ടെ. ദിസ് ഈസ് ദ ഷോൾ. ഇതിനും നല്ല ചെണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാണ് നമ്മുടെ സെറ്റ് മുണ്ട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം വന്നിട്ടുള്ള വേറൊരു കളർ കോമ്പിനേഷൻ പറയുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആൻഡ് ഒരു നല്ലൊരു ഗ്രീൻ, ഒരു പിസ്ത ഗ്രീനിൻ്റെ കുറച്ചൊരു വേർഷനിൽ വരുന്ന ചെണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന വേറൊരു സെറ്റ് മുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം നമുക്കൊരു പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് ഗോൾഡൻ മിക്സിൽ വരുന്ന ഒരു സെറ്റ് മുണ്ട് ഉണ്ടായിരുന്നു. 2-3 പീസ്. അത് മൊത്തം നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയി. കാരണം നമ്മൾ അത് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേജിൽ എപ്പോൾ കൊണ്ടുവന്നാലും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാരീസിൽ പെടുന്നതാണ് നമ്മുടെ സെമി ബനാറസിയിൽ വരുന്ന സാരി. അതിൽ നമ്മുടെ പുതിയ ന്യൂ ലോഞ്ച് ചെയ്തിട്ടുള്ള കളറാട്ടോ ഇത്. ഈ ഒരു ബ്യൂട്ടിഫുൾ കളറാണ്. നോക്കൂ, ഭയങ്കര രസമുണ്ട്. ഇതാണ് നമ്മുടെ പല്ലു പോർഷൻ വരുന്നത്. ആൻഡ് ഈ സെയിം ബ്രൊക്കേറ്റിൽ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ. ഈ ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര റോയൽ ലുക്കുള്ള ഒരു സാരി എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ വേറൊരു സെറ്റ് സാരി വന്നിട്ട് നല്ലൊരു കട്ടായിട്ടുള്ള ബോർഡറാണ് വരുന്നത് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് ടിഷ്യൂലാണ് വരുന്നത്. ഇങ്ങനെ ചെറിയൊരു ഹിബിസ്കസ് ഡിസൈൻ ഓൾ ഓവർ ദ ബോഡി പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സാരി വന്നിട്ട്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ്. വിത്ത് ബ്ലൗസാണ് നമുക്ക് വരുന്നത്. സെയിം പ്ലെയിൻ വിത്ത് ബോർഡേഴ്സാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. ഭയങ്കര രസമാണ്. ഈ ചെറിയ ബൂട്ടാസ് നമുക്ക് ഓൾ ഓവർ ദ ബോഡി പോയിട്ടുണ്ട്. സിമ്പിളായിട്ട് കണ്ടില്ല. അപ്പോൾ ഇത് ഒരു സാരി. അതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് റെഡ്, അതിൻ്റെ സെയിം ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സൺഫ്ലവറിൻ്റെ സെറ്റ് സാരി ഭയങ്കര രസമാണ് കാണാൻ. നമ്മുടെ മുന്താണിയിൽ ഫുള്ളായിട്ട് നല്ല അടിപൊളി ബോർഡായിട്ടുള്ള എംബ്രോയിഡറിയിൽ വരുന്ന സൺഫ്ലവറിൻ്റെ ഡിസൈനാണ് മൊത്തത്തിൽ വരുന്നത്. ഇത് ഭയങ്കര ഞാൻ പേടിച്ചു. നല്ല ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. ഇതിൽ നമുക്ക് ഓൾ ഓവർ ദ ബോഡി കുഞ്ഞു സൺഫ്ലവർ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഫുൾ ടിഷ്യൂ ആണ് വരുന്നത്. നല്ല സോഫ്റ്റ് ടിഷ്യൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ളും കാണിച്ചിട്ടില്ല. ഫുള്ളി ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. ഞാൻ നമ്മുടെ മൾക്കോട്ടൻസും കൂടെ വന്നിട്ട് ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോസ് എന്തായാലും ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ നോക്കട്ടെ. അമ്മ ചമ്മന്തിയൊക്കെ പൊടിച്ചോന്ന് തോന്നുന്നു. നമുക്കിനിയിപ്പം ചെറുതായിട്ടൊരു എന്താ പറയുക, ഈ ഒരു പണിയുണ്ട്. നമ്മുടെ സാലഡ് ആക്കേണ്ടി വരും. ആ ഒരു പരിപാടിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയായി. അപ്പോൾ എന്താണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഞാനൊന്ന് നല്ലപോലെ ആസ്വദിച്ച് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കലായിരുന്നു. അപ്പോഴേക്കും എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് പീരിയഡ്സ് ആയി ഗൈസ്. അപ്പോൾ പിന്നെ ഒരു വിധത്തിലുള്ള വിശപ്പോ കാര്യങ്ങളോ തിന്നാനുള്ളൊരു മൂഡോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ലപോലെ വയറുവേദന വരുന്നതിന് മുന്നേ ഞാൻ കുറച്ചൊന്ന് എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നല്ലപോലെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന്. പക്ഷേ അതൊന്നും നടന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഉച്ചയ്ക്കാണ് ഷുട്ടൂനെ കുളിപ്പിക്കാറുള്ളത്. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ വൈകുന്നേരം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ എടുക്കുന്നത് ഞാനിപ്പം വൈകുന്നേരമാണ്.
അങ്ങനെ നമ്മൾ രണ്ടാളും താഴെ വരുമ്പോഴേക്കും അന്നൂസും ഷാനൂട്ടനും എല്ലാവരും കളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളടുത്ത് എപ്പോഴും വരുന്ന ഒരു പട്ടിയാണ്, എല്ലാ സമയത്തും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പാൻ കേക്ക് ഞാൻ നോർമലി ഇവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നോർമലി അരച്ച് മുട്ടയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു സാമ്പിൾ വാങ്ങിയത് കൊണ്ട് മാത്രം അതൊന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മുടെ ലിറ്റിൽ ജോയ്സിൻ്റെ പാൻ കേക്ക് പൗഡറാണ്. എല്ലാ പ്രോഡക്ട്സും അവരുടെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിക്കാത്ത ആൾക്കാരാണെങ്കിൽ ട്രസ്റ്റ്ഫുള്ളി വാങ്ങിച്ചോളൂ. ഞാൻ എല്ലാം യൂസ് ചെയ്തു, ഒരുവിധം എല്ലാം യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ട ഇഷ്ടം പോലെ സ്പ്രെഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് പാല് മാത്രം ഒന്ന് ആഡ് ചെയ്തിട്ട് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ എൻ്റെ അടുത്ത് പാൽ ഇച്ചിരി അധികമായിപ്പോയി. അപ്പോൾ ഒന്നും കൂടെ തിക്കാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് എടുത്തു. ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടർ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അവരുടെ അടുത്ത് കുറേ സ്പ്രെഡ്സ് ഉണ്ട്. അപ്പം സ്പ്രെഡ്സ് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ല ഹണി ആഡ് ചെയ്തിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഉള്ളത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് ഒഴിച്ചു വെച്ചു, കാരണം അത് 2 എണ്ണം ആക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഇവരുടെ തന്നെ ന്യൂട്രിമിക്സിൻ്റെ പൗഡർ ഉണ്ട്, ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം സെറ്റായി. അങ്ങനെ ഇതാ നമ്മൾ ഇവർ ഷുട്ടൂനെ കളിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ കോമഡി ഇങ്ങനെ ഞാൻ ഓരോന്ന് എടുത്ത് വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അച്ഛന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുമായിരുന്നു. അമ്മ ഉഴുന്നോശയല്ല, അപ്പം അത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു തമിഴ് സ്റ്റൈൽ ഒരു ചിക്കൻ ദോശ റെഡിയാക്കാമെന്ന് വെച്ചു. ഓൾറെഡി ചിക്കൻ കറിയും ചിക്കൻ പീസസും ഉണ്ട്. അത് നമ്മൾ നല്ലപോലെ മുട്ടയിലിട്ട് അടിച്ച് നമ്മുടെ ഉഴുന്നോശയുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നമ്മളൊരു കൊത്തു പൊറോട്ട ആ ഒരു സ്റ്റൈലിലൊക്കെയുള്ള ടേസ്റ്റാണ് കിട്ടുക. ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്, ഞാൻ അധികം റീൽസിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പം നമ്മൾ അടുത്ത പരിപാടി നമ്മൾ മീൻ വാങ്ങാൻ പോകലാണ്. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലപോലെ മുട്ടയും നമ്മുടെ ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ചാൽ മതി, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ദോശപ്പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും അമ്മയും അച്ഛനും ഷുട്ടും കൂടിയിട്ട് നമ്മൾ ഫിഷ് വാങ്ങാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഇപ്പം സ്ഥിരം ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് റൂട്ടീനാണ്. നമ്മളെപ്പോഴും വൈകുന്നേരമാണ് ഫിഷ് വാങ്ങിക്കാൻ പോവുക. അമ്മ ഇറങ്ങൂല, അമ്മ ചുമ്മാ വന്നിങ്ങനെ ഞാൻ വാന്ന് പറയുന്നതുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചുമ്മാ വണ്ടിയിലിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ ഡ്രസ്സിൽ തന്നെ പോകുന്നത്. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം. നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നല്ല ഫ്രഷ് മീൻ ഉണ്ടാവും. രാവിലെ പിന്നെ നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി വരാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം പോയി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഒന്നിച്ച് 2 ദിവസത്തേക്കുള്ള മീൻ വാങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് ഇഷ്യൂസ് ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ മീൻ വാങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ വാങ്ങി തിരിച്ച് വന്ന് ഞാൻ 7 PM ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മുടെ വയറുവേദന പീക്കായിരുന്നു. പിന്നെ പണി ചെയ്യാൻ പറ്റാണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് എഡിറ്റിങ്ങിനിരുന്നു. എഡിറ്റിങ്ങാണ് മെയിനായിട്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാൻ. ഇപ്പം എന്താ അറിയില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഓരോ പാട്ടൊക്കെ കൊടുത്ത് നമുക്ക് ഓരോ ആനിമേഷനൊക്കെ ചെയ്ത് എടുക്കാൻ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കിതിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാനിപ്പം ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ പുതിയ സാരീസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോസ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഡിൽ എഡിറ്റ് ചെയ്യുമ്പം കുറച്ചും കൂടി ഈസിയാണ്, നമുക്ക് കണ്ണിനധികം സ്ട്രെയിനും കാര്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ പരിപാടിയും കുറച്ചധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ചുട്ടുപ്പി ഇങ്ങനെ ഓരോ കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇപ്പം രാത്രിയാകുമ്പോഴുള്ള പരിപാടി ഇതൊക്കെയാണ് ഇവിടെ. നമ്മുടെ ഒരു കുഞ്ഞു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ എപ്പോഴും. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല. ഇവളുടെ ബേബീസിനെ എടുത്തിട്ട് ഉറക്കുന്നു, എടുത്ത് നടക്കുന്നു. സോഫേൻ്റെ തുണിയാണ് മെയിനായിട്ട് ഇവരുടെ പുതപ്പ്, അതിൻ്റെ ഉള്ളിൽ കൂടുന്നു. ഇതൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ കുറേ നേരം അച്ചാച്ചൻ്റെ പുറത്ത് ആന കളിച്ച് രണ്ടാളും കൂടെ സ്റ്റണ്ട് ചെയ്തു കുറേ സമയം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും മുന്നോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.